1992 കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ദലിത് സൊസൈറ്റിയെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ ഒരു ദളിത് വുമൻസ് സൊസൈറ്റിയിൽ വന്നത് 9 വയസ്സുള്ളപ്പോഴാണ്. ആ വന്ന സമയത്തുള്ള ഞാനല്ല ഇപ്പോൾ. ദളിത് വുമൻസ് സൊസൈറ്റിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗവേഷണത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളതും അതിൻ്റെ ഒരു സാധ്യതകളെ കണ്ടെത്തിയിട്ടുള്ളത്. ശാക്തീകരണം എന്ന് പറയുമ്പോൾ സ്വയം സമ്പാദ്യശീലവും അവർ സ്വയമേ ഒരു പര്യാപ്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ ഞങ്ങളെ പഠിച്ചതും പഠിപ്പിച്ചതും ദളിത് വുമൻ സൊസൈറ്റി എന്ന ഈ ഒരു സൊസൈറ്റിയാണ്. വെള്ളപ്പൊക്കം വന്നാലും അല്ലാതെ തന്നെ സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രയാസങ്ങൾ വന്നാൽ തണലേകുവാനായിട്ട് ദളിത് വുമൻ സൊസൈറ്റി എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ വരുന്നൊരു പ്രതീതിയാണ് ഇവിടെ. അല്ലാതെ നമുക്ക് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വേറിട്ട് നിൽക്കുന്നതല്ല, നമ്മളെ കൂടി സൊസൈറ്റി ഒപ്പം ഓരോ കാര്യങ്ങളിലും പങ്കെടുപ്പിക്കുകയും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൻ്റെ പ്രാരാബ്ധത്തിൻ്റെ മധ്യത്തിൽ ഒരു സൊസൈറ്റിയിൽ കടന്നു വന്ന് അനുഭവിക്കുന്ന സന്തോഷം ഇന്നതൊന്നും പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത വിധത്തിൽ സന്തോഷം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഈ സൊസൈറ്റി കാരണമാണ് ഞങ്ങളുടെ ആൺപിള്ളേർ തല്ലുകൊള്ളാതെ ഇപ്പം നടക്കുന്നത്. ഞങ്ങൾ ആരംഭിക്കുന്നതിന് 92 ഈ കുറിച്ചി പഞ്ചായത്തിൽ 100 കുടുംബങ്ങളുടെ ദലിത് കുടുംബങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സർവേ എടുത്തുകൊണ്ടാണ്. സർവേയിൽ നമ്മൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ചില സംഗതികൾ ദലിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഒരു പ്രത്യേകാവസ്ഥയാണ്. അപ്പോൾ ഈ 92 കാലഘട്ടത്തിൽ ഒരു സ്ത്രീകൾ ഒരുമിച്ച് കൂടേണ്ടതിനെക്കുറിച്ചും പിന്നെ ഒരു സർവേ നമ്മൾ ഇവിടെ നടത്തുന്ന ആ സാഹചര്യം മുതൽ നമ്മൾ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സർവേയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അന്നത്തെ സർവേയിൽ കണ്ടെത്തിയ ഒരു പ്രധാന വിവരം എന്ന് പറഞ്ഞാൽ അന്ന് വരെ ഞങ്ങളുടെ അമ്മമാർക്ക് യാതൊരു രീതിയിലുള്ള സമ്പാദ്യങ്ങളോ അത്തരം സേവിങ്സുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു സേവിങ്സിനൊരു തുടക്കം എന്ന നിലയിലാണ് ഞങ്ങളൊരു സ്മോൾ സേവിങ്സ് തുടങ്ങി. സോദരി ഗൃഹസമ്പാദ്യ പദ്ധതി എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് സാധാരണ അമ്മമാരെ ഒരു സമ്പാദ്യശീലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളത് ആരംഭം കുറിച്ചത്. ഏകദേശം 600 സ്ത്രീകളോട് നമ്മൾ ഈ സംരംഭത്തിൽ സഹകരിക്കുകയുണ്ടായി. അന്ന് ഭൂരിഭാഗം ആളുകൾക്ക് കക്കൂസില്ല, ഭൂരിഭാഗം ആളുകൾക്ക് 5 സെൻറ്റിൽ താഴെയാണ് ഭൂമി. കൂടുതൽ ആളുകളും താമസിക്കുന്ന കോളനികളിലാണ്. സ്ത്രീകളുടെ ആരോഗ്യം വളരെ മോശമാണ്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ ശരാശരിക്കും താഴെയാണ്. സമ്പാദ്യ പദ്ധതികളൊന്നും തന്നെ ഇല്ല. കാരണം പ്രത്യേകിച്ച് നമുക്കൊരു ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യങ്ങളൊരു മരണമോ അങ്ങനെയൊക്കെ വന്നാൽ പോലും സ്വയം അത് കണ്ടെത്താനുള്ള സാഹചര്യമില്ലാത്ത സ്ത്രീകൾ. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ ബേസ് ചെയ്താണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയത്. സ്ത്രീ എന്ന നിലയിലും ദലിത് സ്ത്രീ എന്ന നിലയിലും 2 തരം ചൂഷണമാണ് ദലിത് സ്ത്രീ അനുഭവിക്കുന്നത്. അതിൽ നിന്നൊക്കെ പ്രതിരോധിക്കുവാനും സാധിച്ചു. വ്യക്തിപരമായി ഇതെനിക്ക് വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇല്ലായ്മയിൽ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം അറിയാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒന്നും അല്ല എന്നുള്ളൊരു ബോധ്യം ആളുകൾക്കുണ്ടാകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകളിൽ, നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മൾ പിന്നോട്ട് അടിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന വിവേചനങ്ങൾ, അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം ആണ് സ്ത്രീകൾക്ക് ഈ പ്രസ്ഥാനത്തോട് ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ളൊരു പ്രേരണ നൽകിയത്. ഈ ജാതിയുടെ പ്രശ്നം ഒരുപാട് നമ്മളിത് തുടക്കത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇപ്പോഴും അന്നത്തേലും വലിയ വ്യത്യാസം ഉണ്ടെന്നൊന്നും എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സാമൂഹിക ഒരു പദവി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾ അവരുടേതായ ഇടങ്ങളിലും കുറേയൊക്കെ പൊതുമണ്ഡലത്തിലേക്കും ഉയർത്താനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ആ സമയത്ത് കേരളം ഒരു ഉട്ടോപ്പിയാണെന്നും കേരളത്തിൽ ജാതി ഏറെക്കുറെ പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണെന്ന് പറയുന്ന സമയത്താണ് ഇവരെ പോലുള്ളവർ ചെറിയ ഇടപെടലുകൾ നടത്തിയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 92 മുതൽ തന്നെ നമ്മൾ ചെയ്ത മറ്റൊരു കാര്യം, നമ്മൾ സ്കൂൾ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പരിപാടികൾ കൂടാതെ തന്നെ കലാശാല
വിദ്യാർത്ഥികൾക്കായിട്ട് കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള സമ്മേളനങ്ങൾ, പഠന പരമ്പര. അപ്പോൾ ഈ പഠന പരമ്പരയുടെ നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നമ്മൾ ഈ അവരവരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാക്കുന്ന പോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു തങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും കൂടി നല്ലൊരു ബോധ്യം കൊടുക്കുക, അതിനൊരു നല്ലൊരു ദിശാബോധം കൊടുക്കുക. വിദ്യാർത്ഥികളുടെ ഇടയിൽ അവരെ ഗവേഷണങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ വിദ്യാർത്ഥികളൊരു 12 സീരീസ് ഓഫ് ലെക്ചേഴ്സ് നമ്മൾ നടന്നു. അത് നമ്മൾ ചെറിയ പുസ്തകം ദലിത് പഠനങ്ങൾക്കൊരു മുഖവര എന്നുള്ള യേശുദാസൻ സാറായിരുന്നു അതിൻ്റെ ടോക്ക് നടത്തിയത്. അന്നത്തെ ആ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരും കവികളും അങ്ങനെ ഈ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ചർച്ചകളിലും ഒക്കെ ഇന്നും സജീവരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. 1992, 93, 94 കാലഘട്ടത്തിലാണ് അക്കാലത്ത് ഒരു PG വിദ്യാർത്ഥിയായ ഞാൻ മറ്റ് പല വിദ്യാർത്ഥികൾക്കൊപ്പം ദലിത് വിമൻസ് സൊസൈറ്റിയിലൊരു വിദ്യാർത്ഥികളുടെ യോഗം നടക്കുന്നതായി അറിഞ്ഞുകൊണ്ട് ക്ഷണിക്കപ്പെട്ടുകൊണ്ട് അവിടെ എത്തിച്ചേരുന്നത്. അന്ന് പ്രധാനമായും ആദ്യത്തെ ക്ലാസ് എടുത്തത് ഈ TM യേശുദാസൻ സാറാണ്. ദലിത് പഠനങ്ങൾക്ക് ഒരു മുഖവരയിലേക്ക് ഒരു ചെറിയ കൈപുസ്തകമായിരുന്നു അന്ന് അവിടെ വായിച്ച് അവതരിപ്പിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ ചില കമൻസുകളൊക്കെ ചേർത്തിട്ട് ആ ചെറിയ കൈപുസ്തകം വീണ്ടും അത് പ്രസിദ്ധീകരിക്കുകയും ഉണ്ടായി. അത് എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ ഒരു വിലയിരുത്തലിൽ മലയാളത്തിലെ തന്നെ ദലിത് സാഹിത്യത്തിൻ്റെ, ദലിത് വൈജ്ഞാനിക സാഹിത്യത്തിൻ്റെയും ദലിത് സാമൂഹ്യ ഇടപെടലിൻ്റെയും ഒക്കെ ഒരു കരട് രൂപരേഖയായി പിന്നീട് മാറിയിട്ടുള്ള ഒരു കൈപുസ്തകമായിട്ടാണ് എനിക്കതിനെ വിലയിരുത്താൻ ഇപ്പോഴും കഴിയുന്നത്. എന്നാൽ പേരിട്ടിരുന്ന സബാൾട്ടൻ സ്റ്റഡീസ്, കീഴാള പഠനം, അതിൻ്റെ ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ കൃത്യം ഡേറ്റ് ഓർമ്മിക്കുന്നില്ല, അത് 94 തന്നെയാണ്. വ്യത്യസ്തമായൊരു ഗ്രൂപ്പായിരുന്നു. എന്നാലും പൊതുവെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. പിന്നെ അതിനെ തുടർന്ന് ആ ഒരു പഠന സമ്പ്രദായം അല്ലെങ്കിൽ ആ സംവിധാനം തുടർന്ന് പോയായിരുന്നു. പല സീരീസ് ഓഫ് ലെക്ചേഴ്സ് നടന്ന് അക്കാലത്ത് ചെറിയ തോതിലൊക്കെ കവിതയുമൊക്കെ എഴുതിയിരുന്ന എൻ്റെയൊക്കെ പിന്നീടുള്ള എഴുത്തിടപെടലുകളിലും അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിലും ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾക്കും അവിടെ എത്തിച്ചേർന്ന അധ്യാപകർക്കുമൊക്കെ വലിയ എൻ്റെ വിജയത്തിൽ, ചെറുതെങ്കിലുമായിട്ടുള്ള എൻ്റെ വിജയത്തിൽ വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ ദലിത് വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ഗവേഷണങ്ങളിൽ ദലിത് വുമൺ സൊസൈറ്റി ഒരു റിസർച്ച് സെൻറ്ററിൻ്റെ IUCSSRയുടെ മറ്റൊരു വലിയൊരു ഭാഗമാകാനായിട്ട് സാധിച്ചിട്ടുള്ളൊരു സെൻറ്ററോടെയാണ് ദലിത് വുമൺ സൊസൈറ്റി. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ദളിത് ഗവേഷകരിൽ ആയാലും ശരി, ദളിത് വിഷയത്തെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷണ സെൻറ്ററുകളിലായാലും ശരി, വളരെ വ്യക്തമായിട്ടുള്ള ദളിത് വുമൺ സൊസൈറ്റിയുടെ പങ്കാളിത്തം അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് അത്തരം റിസർച്ചുകളിൽ ഭാഗമാകുന്നത് നമുക്ക് അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ദളിത് വിഷയങ്ങളിലൊക്കെ നമുക്കൊരു ദിശാബോധം ഉണ്ടാകുകയൊക്കെ ചെയ്തത് ഈ സൊസൈറ്റിയുടെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വീക്ഷണങ്ങളിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ സൊസൈറ്റിയെ കാണുന്നത്. ഞങ്ങൾ ഇവിടുത്തെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ഈ സൊസൈറ്റിയായിട്ടുള്ള ബന്ധം. ദലിത് വിമൻ സൊസൈറ്റിയുടെ സേവനം പല നിലയിലും പ്രസക്തമാവുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും അത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന ഒരു കൂട്ടായ്മയാകുന്നു എന്നുള്ളതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ തൊഴിൽ സംരംഭങ്ങൾ, സംരംഭകത്വ പ്രവർത്തനങ്ങൾ, സാശ്രയ മുന്നേറ്റങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ മുൻകൈ എടുക്കുമ്പോൾ തന്നെ അക്കാഡമിക്കായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള സാഹിത്യത്തെയും സംസ്കാരത്തെയും കലയെയും മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനവും സജീവമായി നടത്തി വന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദളിത് വൈജ്ഞാനിക വിദ്യാഭ്യാസ മേഖലകളിലും സാമൂഹ്യ കർത്തൃത്വത്തിൻ്റെയും പ്രതിനിധാനത്തിൻ്റെയും അനിവാര്യതയും കാഴ്ചപ്പാടുകളും സൊസൈറ്റി അഡ്രസ്സ് ചെയ്തിരുന്നു. കറുപ്പെന്ന പ്രതീകത്തിൻ്റെ പരമ്പരാഗത രാഷ്ട്രീയബോധത്തിൽ നിന്നും കേവല സാമുദായിക വൈകാരിക കാഴ്ചപ്പാടുകളിൽ നിന്നും
ദളിത് ആധുനികത എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദളിത് വുമൺ സൊസൈറ്റിയിലൂടെ എനിക്ക് കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ സാന്നിധ്യം ആയിരുന്നു സൊസൈറ്റി. ഒരു ഇൻ്റലക്ച്വൽ സപ്പോർട്ട് നമുക്ക് തരിക, ഇമോഷണൽ സപ്പോർട്ട് തരിക, അതൊക്കെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് യേശുദാസൻ സാറിൻ്റെ എ പ്രൊലോഗ് ടു ദളിത് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ചെറിയ ആർട്ടിക്കിളുണ്ട് 90s പബ്ലിഷ് ചെയ്ത്. അത് ദളിത് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ വർക്കുകളിലൊന്നാണ്. അപ്പോൾ ആ ഒരു ആർട്ടിക്കിളും അതുമായി അതിനകത്തെ ചില ഐഡിയാസും നിന്ന് ലഭ്യമായിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ എനർജി ഉപയോഗിച്ചാണ് എൻ്റെ ഒരു ഈ ടോപ്പിക്ക് ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് അതൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു സംഗതി, നമ്മൾ 96 തന്നെ നമ്മളൊരു ദലിത് സ്ത്രീകളുടെ മാത്രമുള്ള നാടകവേദി വേഴ്ച എന്നുള്ളൊരു നാടകമാണ് നമ്മൾ അന്ന് ചെയ്തത്. ഈ നാടകത്തിൽ നമ്മൾ ഒത്തിരി വിഷയങ്ങൾ ദലിതരെ സംബന്ധിച്ച് ധാരാളം വിഷയങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ വിദ്യാഭ്യാസ കാര്യങ്ങൾ, കോളനിവൽക്കരണം, അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ജാതിയുടേതായിട്ടുള്ള വിവേചനങ്ങളൊക്കെ വരുന്ന പോലുള്ള വിവരങ്ങൾ ഈ ഒരു നാടകത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. വേഴ്ച CIFൻ്റെ കഥയാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു രചന TM യേശുദാസ് മാഷ് തയ്യാറാക്കുന്നത്. അപ്പം അത് ഡയറക്റ്റ് ചെയ്യാനായിട്ട് എന്നെയാണ് അവർ കണ്ടെത്തിയത്. ഞാനതിനെ കാണുന്നത് 2 രീതിയിലാണ്. ഒന്ന്, സ്ത്രീകൾക്കിടയിൽ ആ ദലിത് സ്വത്വത്തിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള ഒരു നീക്കം എന്ന നിലയിലാണ്. കാരണം നമ്മളുടെ ദൈവചിന്തകളെ ഒക്കെ തന്നെ അട്ടിമറിക്കുന്ന ദൈവചിന്തയെ, നമ്മളുടെ കാഴ്ചാബോധ്യത്തെ, സ്ത്രീയെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ബോധ്യത്തെ എങ്ങനെയാണ് ദലിത് സ്ത്രീ മനസ്സിലാക്കുന്നത്, ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ കുറേയേറെ കാഴ്ചകളെ തന്ന സംഭവമാണ് ദലിത് വിമൻ സൊസൈറ്റിയുടെ നാടക പ്രവർത്തനം. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു കാര്യമായിരുന്നു ദലിത് സ്ത്രീ നാടകവേദി എന്നുള്ളത്. അതിൽ ഞാനും ഒരു അഭിനേതാവായിരുന്നു. 22ഓളം സ്ത്രീകൾ ആ നാടകസംഘത്തിലുണ്ടായിരുന്നു. ആ സ്ത്രീകൾ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇവരെല്ലാം അവരുടെ ജീവിത അനുഭവങ്ങൾ, അവരുടെ ജീവിത മണ്ഡലത്തിൽ എങ്ങനെയാണ് അവരുടെ നിറം, അവരുടെ ജാതി, അവരുടെ സാമുദായിക നീതി ഇവ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അവരുടേതായ ഭാഷയിൽ ആ നാടക ക്യാമ്പിൽ പങ്കുവയ്ക്കുകയുണ്ടായി. അതിൽ നിന്നാണ് ഒരു നാടകത്തെ ശരിക്കും രൂപപ്പെടുത്തിയത്. കറുത്ത ആളുകളെല്ലാം കറുത്തവനെന്ന് കണ്ടാൽ അടിക്കുന്നൊരവസ്ഥ, ആ ഒരവസ്ഥയെ വളരെ ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാക്കിയപ്പം നമ്മൾ ഒരു സ്ത്രീ സംഘം എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മൾ ഒരു പിന്താങ്ങൽ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് നൽകി ഒരു ദലിത് വനിതാ ആക്ഷൻ കൗൺസിൽ ഫോം ചെയ്ത് ഈ പ്രദേശത്തെ ജാതി വിവേചനത്തിൽ, പ്രത്യേകിച്ച് ഇവിടെ ഈ ഈഴവരും പുലയരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പല സ്ത്രീകളും നമ്മളുടെ ഇവിടുത്തെ അംഗങ്ങളും സഹകാരികളും അഭ്യുദയകാംക്ഷികളും ഒക്കെ ആയിരുന്നു. അവരുടെ മക്കൾ, അവരുടെ ഭർത്താക്കന്മാരൊക്കെ അനുഭവിച്ച പ്രശ്നങ്ങൾ, ആണുങ്ങളെ മേലായിരുന്നു ആക്രമണം കൂടുതൽ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ കലാപങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ആ ഉണ്ടായ നിലയനുസരിച്ച് ഞങ്ങൾ സ്ത്രീകൾക്കൊന്നും ചെയ്യുവാൻ കഴിവില്ല. എന്നാൽ ഞങ്ങൾ സ്ത്രീകളെ എല്ലാം വിളിച്ച് ഒന്നിച്ചാൽ കൂടി ഞങ്ങൾ റാലി ഇതിനായിട്ട് ഞങ്ങൾ നടത്തി. ആ കലാപത്തിൽ വളരെയധികം അങ്ങോട്ട് 3-4 മക്കളുള്ള മാതാവും പിതാവും ഒരു ജോലിക്ക് പോകാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ അടികൊള്ളും. അവർക്ക് പട്ടിണി, പിള്ളേരുടെ പട്ടിണികളാൽ ഒരുപാട് ഞങ്ങൾ കണ്ട് സങ്കടം നമുക്ക് തോന്നി ആണ് ഞങ്ങൾ ഈ റാലി നടത്തിയത്. ഒരു സമാധാന റാലി എന്നുള്ള പേരിലൊരു പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചു. വളരെ ഒരു വിജയമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ കറുത്ത ഒരാളെന്ന് കാണുമ്പോൾ അടിക്കുന്ന ഒരു സംഗതി, അതല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർ തമ്മിലുള്ള വഴക്കുകൾ, അടികൾ, അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയ്ക്കൊരു വിരാമം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു സംഗതിയുണ്ട്. ഇന്ന് വരെയും പിന്നെ ഈ ജാതിത്വം അനുസരിച്ചൊരു വഴക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല.
ബോധി എന്നുള്ളൊരു പ്രീ പ്രൈമറി സ്കൂൾ നമ്മൾ തുടങ്ങിയിരുന്നു ഇവിടെ. ഈ ബോധി പ്രീ പ്രൈമറി സ്കൂള്, ഈ സ്വാശ്രയ ചിൽഡ്രൻസ് ക്ലബ്ബ്, പിന്നെ വിദ്യാർത്ഥി സമ്മേളനം, ഇതെല്ലാം വളരെ സജീവമായിട്ട് കുറേ വർഷങ്ങൾ നമ്മൾക്ക് മുമ്പോട്ട് പോയി. ഇതിനിടയ്ക്ക് നമ്മൾക്കൊരു പ്രസ്ഥാനം തന്ന ഒരു 10 സെൻറ്റ് സ്ഥലത്തിനുള്ള ഒരു സഹായം നമ്മൾക്ക് നൽകി. നമ്മളൊരു പ്ലോട്ട് മേടിച്ചു, 11 സെൻറ്റ് ഭൂമി മേടിച്ചു. ഈ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ നമ്മൾ പണിതു. അപ്പം നമ്മളുടെ ആദ്യകാല ചർച്ചകളിലൊക്കെ വരുന്നൊരു ചർച്ചയായി വരുന്നത് ദലിത് വിഭാഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒന്നുമില്ല, ഒരു കുടിപ്പള്ളിക്കൂടം പോലും ഇല്ല എന്നുള്ളൊരു ചർച്ചകളിൽ മനസ്സിലതൊരു ഭാരമുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യത്തക്കവണ്ണം ആണ് നമ്മൾക്കിങ്ങനൊരു സെൻറ്റർ ഉണ്ടാക്കാൻ സാധിച്ചത്. ഈ ഒരു സെൻറ്റർ ശരിക്കും കേരളത്തിലെ മൊത്തം ദലിത് സ്ത്രീകൾക്കും അല്ലെങ്കിൽ മൊത്തം സ്ത്രീകൾക്കും അവകാശപ്പെട്ട ഒരു കേന്ദ്രമാണിത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പഠന കേന്ദ്രമായിട്ട് നല്ലൊരു ലൈബ്രറി, ഡോക്യുമെൻറ്റേഷൻ സെൻ്ററായിട്ടൊക്കെ വരണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് നമുക്ക് ചെറിയ തോതിൽ നമ്മൾ സാധിച്ചുകൊണ്ടിരിക്കും. ടെക്നോളജികൾ നമ്മളുടെ ഈ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് ആ സമയത്ത് തന്നെ നമ്മൾ ദലിത് വുമൺ സൊസൈറ്റിയിൽ നമ്മൾക്ക് കമ്പ്യൂട്ടർ സെൻ്ററായിട്ട് DTP വർക്ക്, പ്രിൻറ്റിംഗ് ടെക്നോളജിയിലേക്ക് കടക്കുവാൻ സാധിച്ചു. അതിനുശേഷം നമ്മളിവിടെ സോദരി എന്ന് പറയുന്നൊരു മാഗസിൻ ആരംഭിക്കുകയും നമ്മളുടെ പ്രശ്നങ്ങൾ അതിൽ കൂടി എഴുതുവാനും അതിൽ പൊതുസമൂഹത്തിൽ എത്തിക്കുവാനും അതിലൂടെ ഒത്തിരി ആളുകൾക്ക് അവസരങ്ങൾ അതിലൂടെ ലഭ്യമായി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. 2012 മുതലൊരു 4.5 വർഷക്കാലം നമ്മൾ ക്രൈ എന്ന പ്രസ്ഥാനത്തിൻ്റെ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് യു അവരുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പിലായിരുന്നു. ആ സമയത്ത് കുറിച്ചി പഞ്ചായത്തിലെ 20 കോളനികൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നു. കുട്ടികളുടെ അവകാശ നിഷേധങ്ങൾ, ആ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളായിരുന്നു. കുട്ടികളുടെ അവകാശങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുവാൻ നമ്മുടെ പ്രവർത്തനം മൂലം സാധിച്ചു. അത് സർക്കാർ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പരിരക്ഷ അവർക്കുണ്ട്. അവർ ഇന്ന വിധത്തിൽ അവർ സംരക്ഷിക്കപ്പെടണം എന്ന് സർക്കാരിൻ്റെ നല്ല പരിരക്ഷ അവർക്കുണ്ടെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ സാമൂഹ്യാരോഗ്യം, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ പോഷകാഹാരക്കുറവ്, അവരുടെ വിദ്യാഭ്യാസത്തിലെ കൊഴിഞ്ഞുപോക്ക്, പിന്നെ ഇവർക്ക് നമ്മളെ കോളനികളിലേക്കുള്ള വഴി ഇല്ലായ്മയുടെ ഒരു തടസ്സം, കുടിവെള്ള പ്രശ്നം, ഇതിനെയൊക്കെ സംഘമായിട്ട് ഈ 20 കൊല്ലങ്ങളിലെ ആളുകൾക്ക് നമ്മളുടെ കൂടെ സഹകരണത്തിൽ അതിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. 45-50% കുട്ടികളും പിന്നെ പോഷകാഹാരക്കുറവുള്ള കുട്ടികളെ നമുക്ക് കണ്ടെത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറേ പ്രവർത്തനങ്ങൾ നമുക്ക് അംഗൻവാടിയായിട്ട് ബന്ധപ്പെട്ട് അംഗൻവാടികളിൽ ആളുകളോട് പറയാനും അവർക്ക് നല്ല ഫുഡുകൾ കൊടുക്കണമെന്നൊക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ, അതിനെതിരെയുള്ള പ്രചരണങ്ങൾ, അതിന് ഫ്ലാഷ് മോബുകൾ, സമ്മേളനങ്ങൾ, അങ്ങനെ കുറേ പരിപാടികൾ നമ്മൾ ചെയ്തു. അടുത്ത ഒരു ജനതയെ വളരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അപ്രകാരം ഇത് ചെയ്തത്. കുട്ടികളുടെ ഇടയിലുള്ള ഇത്തരം അവകാശ സംരക്ഷണത്തിന് വേണ്ടി കുട്ടികളെ തന്നെ സജ്ജമാക്കിയ ആ ഒരു പ്രവർത്തനം നമ്മൾ കാഴ്ചവെച്ചത്. തുടക്കം മുതൽ ഇന്ന് വരെയുള്ള നമ്മളുടെ പഠന പരിപാടികളിൽ ജെൻഡർ എന്നൊരു വിഷയം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കണ്ടിരുന്നു. അതായത് നമ്മൾ ഈ സംഘത്തെ, മറ്റെല്ലാ സംഘങ്ങളെയും നമ്മുടെ സമൂഹത്തെ മൊത്തമായിട്ടും ഗ്രസിച്ചിരിക്കുന്ന പാട്രിയാർക്കി എന്നുള്ള ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ഇന്നിപ്പോൾ ഞങ്ങളോട് സഹകരിക്കുന്ന കൊച്ചുകുട്ടികൾക്കും വളരെ പ്രായം 80 വയസ്സിന് വരെ മുകളിലുള്ള അമ്മമാരൊക്കെ നമ്മൾ സഹകരിക്കുന്നവർക്കൊക്കെ അതിന് കുറേയെങ്കിലും അതിന് സാധിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഒരു മാതാവോ അല്ലെങ്കിൽ സഹോദരിയോ അവരോടൊപ്പം അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ സഹോദരനോ ഒക്കെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സ്ത്രീകളോടുള്ള ബഹുമാനത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് നമുക്ക് ഈ സൊസൈറ്റി മൂലം സാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയൊരു കാരണം തന്നെയാണ്. കുറേ സ്ത്രീ തൊഴിലാളികളെ മാനേജ്മെൻറ്റ് അകാരണമായി പിരിച്ചുവിടുകയും അവർക്ക് ജോലി കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടക്കുകയും ചെയ്തു. നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയനുകളോ ഏതെങ്കിലും സമുദായത്തിൻ്റെ സംഘടനകളോ ഈ സമരത്തെ പിന്തുണയ്ക്കാനില്ലായിരുന്നു.
അരമനയുടെ വാതിക്കലുള്ള സെൻറ്റ് ജോസഫ് ഓർഫനേജ് പ്രിൻസിൻ്റെ വാതിക്കൽ സ്ത്രീ തൊഴിലാളികളായവർ സത്യാഗ്രഹ സമരം തുടങ്ങുകയാണ്. ഈ സമരത്തെ സഹായിക്കുന്നതിന് വേണ്ടി കുറിച്ചിയിൽ നിന്ന് ശൈലമ്മയുടെയോ ഇനയമ്മാളിൻ്റെയോ പ്രിയയുടെയോ ഒക്കെ നേതൃത്വത്തിൽ ലവ്ലി സ്റ്റീഫൻ എന്ന് പറയുന്ന ലവ്ലി അമ്മാമ്മയുടെ മുൻകൈയിൽ ഈ സമരപ്പന്തലിലെത്തുകയും പല പ്രാവശ്യം ആ പന്തലിൽ വന്ന് ഈ കുട്ടികൾക്ക് ഈ സമരത്തിൽ നിലനിൽക്കുന്നതിനുള്ള ആവേശം നൽകുകയും അങ്ങനെ ആ സമരം വിജയിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്തു. ഒരു സ്ത്രീകളുടെ കൂട്ടായ അവകാശ സമരത്തെ, അത് ഏറ്റവും ശക്തമായ ഒരു സമുദായത്തിൻ്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള സമരത്തെ പോലും ഈ ദളിത് വിമൺ സൊസൈറ്റിയുടെ ആരംഭ കാലഘട്ടത്തിൽ പിന്തുണച്ചുകൊണ്ടാണ് ആ പിന്തുണയ്ക്കലാണ് ഞാനും ദളിത് വിമൺ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുവാനുള്ള ഒരു പ്രധാന കാരണം. ശാസ്ത്ര പഠന മേഖലയിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ എത്തപ്പെടാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ വിശാലമായ ശാസ്ത്ര പഠന ക്യാമ്പ് ഏകദേശം ഒരാഴ്ച നീണ്ടുവന്ന ശാസ്ത്ര പഠന ക്യാമ്പ് ഈ ദളിത് വിമൺ സൊസൈറ്റിയുടെ ഹാളിലും പരിസരത്തുമായി നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കളെ വളരെയധികം സ്വാധീനിച്ച ഒരു പ്രസ്ഥാനമാണ് ദളിത് വിമൺ സൊസൈറ്റി. കേരളത്തിലെ ഇതര സന്നദ്ധ സംഘങ്ങളുമായിട്ട്, സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പുകളുമായിട്ട് ശരിക്കും കണ്ണി ചേർക്കപ്പെടുവാൻ, ദളിത് ചിന്തകളെ സ്വാധീനിപ്പിക്കുവാൻ, അത്തരം പ്രസ്ഥാനങ്ങളിൽ ദളിത് വിഷയങ്ങളും സ്ത്രീ ചിന്തകളും മുന്നോട്ട് വെക്കുവാനും ഇടയാക്കിയത് ഇത്തരം പ്രവർത്തനങ്ങളായിരുന്നു. 90കളിൽ വളരെ കുറച്ച് പേര്, അതായത് 70കളിലും 80കളിലൊക്കെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും പിന്നീട് പല പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പങ്കാളികൾ ആകുകയും ചെയ്ത ചിലർ, അവരുടെ മനസ്സിലുണ്ടായ പ്രതിസന്ധികളാണ് ശരിക്കും പറഞ്ഞാൽ ദളിത് വിമൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിന് രൂപം നൽകാൻ ഇടയാക്കിയത്. എവിടെയാണെങ്കിലും പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾ വളരെ ദൃഢമായിട്ട് ഇടതുപക്ഷ വിശ്വാസികളായിരുന്നു. പക്ഷേ പലപ്പോഴും ജാതിയുടെ പ്രശ്നം അവഗണിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ക്ലാസ് പദവിയെയും അതുപോലെ ജാതി എന്ന് പറയുന്ന ആ ഘടകത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശകലനങ്ങളിലേക്കും പഠനങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുവാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. 2018 നമ്മൾ വളരെ യാദൃശ്യമായിട്ട് ഞങ്ങൾ വെള്ളപ്പൊക്കം, പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടൊരു റിലീഫ് ക്യാമ്പ് ഇവിടെ തുടങ്ങാൻ സാധിച്ചു. ഈ എല്ലാ പ്രദേശവും നമ്മൾ ചെയ്തത് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പം നമ്മൾ ഒരു 3-4 കോളനികൾ കുറിച്ചി പഞ്ചായത്തിൽ കൂടാതെ ഈര, കാവാലം എന്നുള്ള പ്രദേശങ്ങളിലൊക്കെയുള്ള ചില കോളനികളെ നമ്മൾ കേന്ദ്രീകരിച്ചുള്ള സഹായങ്ങൾ ചെയ്യാനുള്ള ശ്രമിച്ചു. അപ്പം ഈ അവിടുത്തെയൊക്കെ ആളുകൾ റിലീഫ് ക്യാമ്പിൽ താമസിച്ചൊരു 23 ഓളം റിലീഫ് ക്യാമ്പുകളിൽ താമസിച്ച ഒരു 100-ലധികം കുടുംബങ്ങളെ നമ്മൾ ബന്ധപ്പെട്ടപ്പം എല്ലാ റിലീഫ് ക്യാമ്പുകളിലും അവർ നേരിട്ട ഒരു പ്രശ്നം വിവേചനം, ക്യാമ്പുകളിലെ ഒരു വിവേചനം, പ്രത്യേകിച്ച് ജാതി വിവേചനം എന്നുള്ളൊരു പ്രശ്നം അവർ പറയുകയുണ്ടായി. പിന്നെ അവർ പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞത് പ്രളയത്തിന് നഷ്ടപ്പെട്ട അവരുടെ നാശങ്ങൾ കൂടാതെ എല്ലാവരും പറഞ്ഞൊരു പ്രധാനപ്പെട്ട സംഗതി കുടിവെള്ളം പ്രശ്നം. കാരണം ആ പ്രദേശങ്ങളിലൊക്കെ വെള്ളം ധാരാളം തോട്ടിലും കായലിലും ഒക്കെ ഉണ്ടെങ്കിലും കുടിവെള്ളം ഇല്ല എന്നുള്ള പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കിട്ടിയ സഹായം കൊണ്ട് 3 സ്ഥലങ്ങളിൽ, കാവാലം പഞ്ചായത്തിൽ 2 സ്ഥലങ്ങളിലും ഈരയിൽ നെല്ലുമ്പേരൂർ പഞ്ചായത്തിൽ 1 സ്ഥലത്തും കുടിവെള്ള യൂണിറ്റുകൾ അവർക്ക് വേണ്ടി നമ്മൾ അവരുടെ സഹകരണത്തോടെ നമ്മൾ ചെയ്തു. ഇങ്ങനെ ഒരു പ്ലാന്റ് വന്നത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. കാരണം ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവിടെ ഈ തോട്ടിൽ പോളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വള്ളത്തെ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു.
ഞങ്ങൾ നടന്നു ചെന്ന് കുടത്തിലാണ് കിഴക്ക് വെള്ളമുള്ളിടത്ത് നിന്ന് ചുവന്നാണ് വെള്ളം കൊണ്ടുകൊണ്ടിരുന്നത്. 2018 വെള്ളപ്പൊക്കത്തിനാണ് ഇതുപോലെ ദളിത് സൊസൈറ്റിയിലെ ആൻറ്റിയും അവിടെയുള്ള അംഗങ്ങളെല്ലാം കൂടെ വന്ന് ഞങ്ങൾക്ക് ഇതിന് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് വന്ന് ഞങ്ങൾക്കിത് സ്ഥാപിക്കുകയും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് അങ്ങ് പോയി എടുത്തുകൊണ്ട് വരാനുള്ള ഇതുണ്ടോ? പിന്നെ ഇല്ല. പിന്നെ വള്ളത്തെ ചെന്ന് വിലയ്ക്ക് മേടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിലയ്ക്ക് മേടിച്ചാണ് എടുക്കുന്നത്, വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏത് സ്ഥലത്തും ഒരു പദ്ധതി വരുമ്പോൾ, പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെയോ ഗവൺമെൻറ് പദ്ധതി വരുമ്പോൾ കൂടുതൽ സ്വാധീനമുള്ള ആളുകളുടെ ഒരു സ്ഥലത്തായിരിക്കും ഇത് വരിക. അപ്പോൾ നേരത്തെ ഇത്തരം ഒരു സംരംഭം ഇവിടെ വന്നപ്പം ഇവരൊക്കെ അവഗണിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തുടക്കത്തിൽ തന്നെ അവർ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരുന്നു, ഞങ്ങൾക്ക് ആക്സസ് ഉള്ള വിധത്തിലാണെങ്കിലും ഞങ്ങൾ സഹകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളെ നോക്കിയപ്പോൾ ഏറ്റവും എളിയവരായിട്ടുള്ളതാണ് ഈ ഒരു അറ്റത്ത് അങ്ങേയറ്റം വരെ താമസിക്കുന്ന 10-29 വീട്ടുകാർ. അങ്ങനെ ഇവർ സ്ഥലം സൗകര്യം തന്നതനുസരിച്ച് അങ്ങനെ നമ്മൾ തുടങ്ങി. ഒന്ന് നമ്മൾ ഈ കാണുന്ന കായലിൽ നിന്നുള്ള വെള്ളമാണ് എടുത്ത് ശുദ്ധീകരിച്ച് റിവേഴ്സ് ഓസ്മോസിസ് എന്നുള്ള തത്വം അനുസരിച്ച് ശുദ്ധീകരിച്ച് ഇവർക്ക് ലഭിക്കുന്നത്. നമ്മൾക്ക് നേരെ കുടിക്കാൻ പറ്റുന്ന വെള്ളം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അവർ പറഞ്ഞതുപോലെ തന്നെ വളരെ അധികം പ്രയോജനപ്രദം. നമ്മൾ നല്ല കുടിവെള്ളം ഉണ്ടെങ്കിൽ രോഗങ്ങളിൽ നിന്നുള്ള മാറ്റം, വ്യത്യാസം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യമൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. കുടിവെള്ളമാണ് ഏറ്റവും മെയിൻ കാര്യം. നമുക്കൊരു നേരത്തെ ഭക്ഷണം ഇല്ലെങ്കിൽ തന്നെയും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമുക്കൊരു ശരീര ക്ഷീണവും തളർച്ചയും മാറുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു അവസ്ഥയാണിത്. ഈ വെള്ളത്തിലേക്ക്